സഞ്ചാരികൾക്കൊരുക്കുന്ന സൗകര്യത്തെ ആശ്രയിച്ചാണ് വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച. എന്നാൽ ആയിരക്കണക്കിന് സഞ്ചാരികളെത്തുന്ന തിരുവനന്തപുരം വർക്കല ക്ലിഫിലെ അവസ്ഥ മറ്റൊന്നാണ്. നടപ്പാതയുടെ തകർച്ച മുതൽ സുരക്ഷാ ക്യാമറയുടെ അപര്യാപ്തത വരെ ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വാക്കിലൊതുങ്ങിയ വികസനം. തടസ്സങ്ങളില്ലാതെ നടക്കുവാനുള്ള അവകാശം പൗരന് ഭരണഘടന ഉറപ്പ് നൽകുന്നതാണെന്നും കാൽനടയാത്രക്കാരൻ്റെ സൗകര്യമാണ് പ്രധാനമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ ദിനേനെ ആയിരക്കണക്കിന് അന്താരാഷ്ട്ര ആഭ്യന്തര വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന വർക്കല ക്ലിഫിലെ നടപ്പാതയും സമീപത്തെ സുരക്ഷാവേലികളും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ പിന്നിടുകയാണ്. ഈ കണ്ടത് അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ച വർക്കല പാപ്പനാശത്തെ ഹെലിപ്പാഡ് മുതൽ തിരുവമ്പാടി വരെയുള്ള നടപ്പാതയാണ്. ഇവിടെ പാത തകരുകയും സുരക്ഷാവേലികൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തിട്ട് നാളുകൾ പിന്നിടുകയാണ്. കാൽനടയാത്ര തന്നെ അതീവ അപകട നിലയിലായ ഇവിടെ അധികൃതർ താൽക്കാലിക സജ്ജീകരണമെന്ന നിലയിൽ സ്ഥാപിച്ചതാകട്ടെ മുളകളും തടികളും ഉപയോഗിച്ച് നിർമ്മിച്ച വേലി. നടപ്പാതകളുടെയും സുരക്ഷാവേലികളുടെയും തകർച്ച മാത്രമല്ല, വർക്കല ക്ലിഫിലുണ്ടാകുന്ന മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ മൂല കാരണം ഇവിടത്തെ അനധികൃത കയ്യേറ്റമെന്നാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആരോപണം. നമ്മുടെ രാജ്യത്തിന് മുഴുവൻ അഭിമാനകരമായിട്ടുള്ള ഈ വർക്കല ക്ലിഫ് ഇന്ന് വലിയ പാരിസ്ഥിതിക ഭീഷണി നേരിടുകയാണ്. നമ്മളിപ്പോ അതിന് മുമ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് ഈ ക്ലിഫ്. ഇത് ലോകത്ത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെട്ടതാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള പട്ടികപ്പെടുത്തിയതാണ്. അപ്പൊ വലിയധികം പ്രാധാന്യമുള്ള അന്താരാഷ്ട്ര രംഗത്ത് തന്നെ നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കൂടാതെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് ക്ലിഫ് മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾ വർഷങ്ങളായി തുടരുകയാണെന്നും ഇവ ഈ പ്രദേശത്തിന്റെ സ്വാഭാവിക ഘടനയെ തന്നെ തകർക്കുകയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് ക്ലിഫ് മേഖലയിലെ 64 അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുന്നതിനായി നഗരസഭാ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും റിസോർട്ട് ഉടമകളും നടത്തിപ്പുകാരും നടത്തിയ പ്രതിഷേധവും ആത്മഹത്യാ ഭീഷണിയും കാരണം ഉദ്യോഗസ്ഥർക്ക് മടങ്ങേണ്ടി വന്നിരുന്നു. ഇവ കൂടാതെ പ്രദേശത്ത് വഴിവിളക്കുകളും ഭൂരിഭാഗം നിരീക്ഷണ ക്യാമറകളും കണ്ണടച്ചിട്ട് മാസങ്ങളേറെയായി. സമീപത്തെ റെസ്റ്റോറൻറ്റുകളുടെയും റിസോർട്ടുകളുടെയും വെളിച്ചമാണ് യാത്രക്കാർക്ക് ഏക ആശ്രയം. നമ്മുടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയില് പാപനാശത്തും ക്ലിഫുകളിലും തെരുവുകളകൾ കത്താതായിട്ട് മാസങ്ങളായി. അത് പ്രധാനപ്പെട്ട നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കുറച്ച് തെരുവുകൾ വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പോസ്റ്റുകളിലുണ്ട്. നഗരസഭയാണ് ഇത് കത്തിക്കുന്നതിന് ചുമതലയുള്ളത്. ഇത് മാസങ്ങളായിട്ട് പ്രകാശിക്കാതായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറകൾ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പോലീസിന്റെ നിരീക്ഷണത്തിനും ഒക്കെ ആയിട്ട് ഇവിടെ നിരവധി ക്യാമറകൾ ടൂറിസം മേഖലയിൽ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതും പ്രവർത്തിക്കാതായിട്ട് മാസങ്ങളായി. പലതും മോഷണം പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റേ ഈ രാത്രി ഇരുട്ടിന്റെ മറവിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വർക്കലയുണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം. അവിടെ എത്തുന്ന സഞ്ചാരികളുടെ സുരക്ഷിത നടത്തം മുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വരെ അധികൃതർ പരാജയപ്പെട്ടിരിക്കുന്നു. തടസ്സങ്ങൾ നീക്കി സഞ്ചാരികളുടെ ഈ അനിവാര്യമായ ആവശ്യങ്ങളെ സർക്കാർ എത്രയും പെട്ടെന്ന് ഒരുക്കി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അജ്മൽ ദിറാർ, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.